ഉലമ അതിന്റെ സ്ഥിരാസ്ഥാപനം നിർവഹിക്കണം എന്നുള്ള ഡിക്ലെയർ അന്ന് ചെയ്തതാണ്. യേശു ഉസ്താദ് ഉടനെ പറഞ്ഞ്, കുറെ കൊല്ലങ്ങളായി എനിക്ക് മനസ്സിൽ ആശയുണ്ട്, പക്ഷെ അതിനെ പറ്റിയ ആൾക്കാരെ കിട്ടണല്ലോ. ഉസ്താദിനോട് ഞാൻ അന്ന് പറഞ്ഞു, ദുബൈയിലെ ശേഖന്മാർ വേണ്ട, മടൂർ ശേഖന്റെ ആൾക്കാർ ഇന്നും ഹയാത്തുണ്ട്. ഇൻഷാ അല്ലാഹ് അന്ന് ഞാൻ സങ്കല്പിച്ചതാണ് ഈ പള്ളിക്ക് വേണ്ടി. അൽഹംദുലില്ലാഹ് എന്റെ ഉമ്മ സുഖയില്ല, ആശുപത്രിയിലാണ്. ഉമ്മാന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ദുആയിക്കണം. ഇൻഷാ അല്ലാഹ് ഫസ്റ്റ് തുകയായി 5 കോടി രൂപ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. നിങ്ങള് ചിന്തിക്കേണ്ടത് വേണ്ട, സുന്നത്ത് ജമാഅത്തിന്റെ ഓരോരടികളും താജുൽ ഉലമ ഈ സാദാത്യങ്ങള് ശക്തിയില്ലാത്ത ആൾക്കാരാണോ? ഒരു ദുആ ചെയ്താൽ 100 കോടി കിട്ടും. പക്ഷേ എല്ലാവർക്കും ഇതിലെ ബർക്കത്ത് കിട്ടട്ടെ. ഒരു സാധാരണക്കാരന് 1 രൂപ കൊടുക്കുന്നവനും 1 കോടി കൊടുക്കുന്നവനും അവന്റെ മഹബത്താണ് വലുത്, അവന്റെ തഖ്വയാണ് ഏറ്റവും വലുത്, പൈസ വലുതല്ല എന്ന് കരുതി ഇന്ന് ഇതിന്റെ സ്ഥിലാവ്. മറ്റവരോട് ഞാൻ ചോദിക്കട്ടെ, എടോ പള്ളിന്റെ സ്ഥലം എവിടെയാന്ന് അറിയാണ്ട് ശിലാസ്ഥാപനം ചെയ്ത് ഒരു തങ്ങളോറും മൊയിലാറും കൂടി ഇത്ര ചെയ്ത് ഇങ്ങനത്തെ ഒരാൾ നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ പറ്റുമോ? ഏയ്, ഇത് എന്തുകൊണ്ട്? ആ മുഹബ്ബത്ത് താജുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള സാദാത്യങ്ങൾ AT ഉസ്താദ് അവര ആ പരിശ്രമം ഇന്ന് നിങ്ങൾക്ക് ഇനി അറിയണോ? അബൂജഹലിനെ കിട്ടാത്തത് നിങ്ങൾക്ക് കിട്ടുമോ? ഹസ്രത്ത് സംസാരിച്ചതിന് ശേഷം ഇനി സംസാരിക്കേണ്ടത് ആവശ്യമില്ല. അയാൾ സംസാരിച്ചതല്ല, എടുത്തും പലത്തും ചവിട്ടിയിട്ടാ പറഞ്ഞത്. ഒരു വന്നൂര് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്നെങ്കിലും തൗഫീഖ് കൊടുക്കുമാറാകട്ടെ. എതിനും നിൽക്കൂല, ഒരു പള്ളിയില്ല. ഇൻഷാ അല്ലാഹ് ഇനി മലപ്പുറത്തും കയറൂ, കണ്ണൂരിലുണ്ടാവൂ. ഇനി പള്ളികൾ നിർമ്മിക്കുന്ന കാലം തുടങ്ങിപ്പോയി. ഇൻഷാ അല്ലാഹ് ആ അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആസാര മുബാറക്കിന്റെ ബർക്കത്ത് ഇൻഷാ അല്ലാഹ് കേരളത്തിലുള്ള ജനങ്ങൾ ഇന്ന് രാവിലെ 7 മണി മുതൽ പിടിച്ച് 4 മണി വരെ ആയിരക്കണക്കിന് ആൾക്കാർ ലൈനിൽ നിന്ന് ആ വെയിലും കൊണ്ട് എവിടുന്നാ വന്ന ആൾക്കാരുകൾ. ഇവര് ഈ മൈതാനത്ത് കോഴിക്കോട് ചരിത്രത്തിൽ ഇത്ര ജനങ്ങൾ ചേർന്നിട്ടുണ്ടാവില്ല. അൽഹംദുലില്ലാഹ് ഇന്ന് ആ ചരിത്ര കാന്തപുരം ഉസ്താദ് അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. വർത്താനം പറയാൻ സാധിക്കാത്ത താജുൽ ഉലമ നിങ്ങൾ പറഞ്ഞാൽ 10 കോടിയല്ല, 40 അല്ല, 400 കോടി നിങ്ങളെ കാലിന്റെ മുമ്പിൽ വന്ന് ചേരാനുള്ള വർഗപീഠ ഈ നാട്ടിലുണ്ടെന്ന് പറയുന്നുള്ള ഉറപ്പ് അത് നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. സുന്നത്ത് ജമാഅത്തിന്റെ ഇന്ന് മുജാഹിദോ മറ്റ് ജമാഅത്തോ പറഞ്ഞോട്ടെ, കാരണം അത് പറയുന്ന വിഭാഗം ഹിദായത്തില്ലാത്തത്. പക്ഷെ നിങ്ങൾ ഹിദായത്തുള്ള നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? ഇതല്ലേ ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ പിന്നിൽ ആരാ ഉള്ളതെന്നറിയാ. നിങ്ങൾ വിചാരിച്ചിട്ടോ ഈ തലക്കെട്ടുകാര് ഒന്നും ചെയ്യാൻ പറ്റൂല, നമ്മളെ ഇറക്കാൻ പറ്റൂല, കസാലത്തിന്റെ മുകളിൽ കേൾക്കാനും പറ്റൂ, ഇറക്കാനും പറ്റൂ. ആ ശക്തി താജുൽ ഉലമക്കുണ്ട്. അനുഭവമായിട്ടില്ലേ? ഞങ്ങൾ ആരും എതിർക്കുന്നവരല്ല. സമസ്തക്കോ സുന്നത്ത് ജമാഅത്തിന് ഒരു പാർട്ടിയില്ല. കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ലീഗ് ആയാലും എല്ലാം ഒന്നുണ്ട്. ഇവിടെ കസാലക്ക് വേണ്ടിയിട്ട് മസാല പറയുന്ന ഒരു വിഭാഗമല്ല സുന്നത്ത് ജമാഅത്ത്. രാഷ്ട്രീയക്കാരും പിന്നിൽ കൈകെട്ടി നടക്കുന്ന തെണ്ടുകളല്ല സുന്നത്ത് ജമാഅത്ത്.
അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടോ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, ഓരോരു സാധുവായ മനുഷ്യൻ 10 രൂപ വരെ സമ്പാദിക്കാൻ സാധിക്കാത്ത മനുഷ്യൻ വിഷമത്താണ് ഇന്ന് ഷഹ്റ മുബാറക്കിന് സിയാറത്ത് ചെയ്തത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഷഹ്റ മുബാറക്കിന്റെ ബർക്കത്ത് എന്താണ്? 15 കൊല്ലം മുമ്പ് എനിക്കും ലഭിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിൽ ഞാൻ മന്ത്രിയാകുന്ന മുമ്പ് ജാമിയ മസ്ജിദിന്റെ ഇമാമായിരുന്ന ജുനൈദ് സാബ് റഹ്മത്തുള്ളാഹി അലൈഹി അയാൾ മരണപ്പെട്ടുപോയി. ഒരു ദിവസം എന്നെ കുറിച്ച് പറഞ്ഞു, 2 വയസ്സായ സയ്യിദിമാരായ സ്ത്രീകളുണ്ട്, അവരെടുത്ത് ഷഹ്റ മുബാറക്കുണ്ട്, അവർക്ക് സന്താനമില്ല, കുട്ടികളില്ല, അതുകൊണ്ട് അവർ ഈ ഷഹ്റ മുബാറക്ക് ഏൽപ്പിക്കണമെന്നുണ്ട്. CM ഇബ്രാഹിം, നിങ്ങൾ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സാദാത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്, നിങ്ങൾക്കിതാ ഈ ഷഹ്റ മുബാറക്ക് കൊടുക്കുന്നു. 16 കൊല്ലമായി എല്ലാ റബീഉൽ അവൽ 12-ാം തീയതി ഭദ്രാവതി വീട്ടിൽ വെച്ചിട്ട് സിയാറത്ത് നടത്താറുണ്ട്. ഇതിന് നിങ്ങൾ സനത് കേൾക്കുന്നോ? ഇഷ്കിന് ഉണ്ടാണോ സനത്? ഇനിയിപ്പൊ നിങ്ങളെ ബെല്ലുപ്പാപ്പ അല്ല നിന്നിട്ട് പറഞ്ഞാണ് ഹസരത്ത്, ഇനി വേണോ? ഇത് USA, മലേഷ്യ, ശ്രീലങ്ക മർക്കത്തിലേക്ക് ഇനി എവിടുന്നാ വരാനുള്ള ജനങ്ങൾ? എവിടുന്ന ബാക്കിയുള്ളത്? ഇവർക്ക് കൊണ്ടോട്ടി പേരാമ്പരത്തുന്ന ആൾക്കാരെ കൊണ്ടുവരാൻ സാധിക്കാത്ത നിങ്ങൾ ഇനി ലോകത്ത് മൂന്ന് ജനങ്ങൾ വന്നാലും അല്ലാഹു തആല നിങ്ങൾക്ക് ഹിദായത്ത് കൊടുത്തിട്ടില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖമുണ്ട്. അതുകൊണ്ട് അതാ ഇക്ബാൽ ബോംബെയിലെ അയാൾ പറയൂ, ഇവരങ്ങ് പോട്ടെ, എല്ലാത്തിനും കുറിച്ച് ഉള്ളിലൊരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞതാണ് ബോംബെയിൽ. ജാമീന് കൊടുത്തിട്ടാണ് ഷെയർ കിട്ടിയത്, ഓര് കുടുങ്ങിപ്പോയാണ്. 3 ദിവസമായിട്ട് ഞാൻ ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്നത്, ഞാൻ പറഞ്ഞ ഒന്നിനും കൂടെ അല്ല, കുടിക്കാൻ ഉള്ളിലിടാൻ പറയുന്ന ഈ അന്യ സമുദായക്കാർ ഇതിനെ എതിർത്തിട്ടില്ല. ഹിന്ദുക്കളെ പള്ളിക്ക് എതിർത്തിട്ടില്ല. പക്ഷെ മുസ്ലിം സമുദായത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ പേരും പറഞ്ഞ് എതിർക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, തൗബ ചെയ്യുക, അല്ലെങ്കിൽ ആഖിറത്തിൽ അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഫാത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെടും. എനിക്ക് താടിയില്ല, ഞാൻ മന്ത്രിയാണോ എന്ന് നോക്കണ്ട. ഞാൻ ഇൽമുൽ യഖീനല്ല, ഐനുൽ യഖീനാണ്. ഇത് 20 കൊല്ലമായി ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഓരോരു പറഞ്ഞ സംഗതി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സാദാത്യങ്ങളെ ഫസൽ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി വെളിച്ചം കൊടുത്തിട്ടുണ്ട്. 40 കോടിയുടെ പള്ളി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വയറ്റുവേദന, 105 കോടിയുടെ ചാനൽ ഉണ്ടാക്കിയുള്ള ദർശന, അത് നിങ്ങൾക്ക് വളരെ ഭംഗിയുള്ളത്. ഡിങ്ങുടങ്ക ഡാൻസ് കളിക്കുന്ന കാണാൻ നിങ്ങൾക്ക് സന്തോഷം, ലജ്ജം വേണം. അതുകൊണ്ട് ഇനി ഉസ്താദ് നമുക്ക് അനുവദിക്കുന്നില്ല. ഇവരെല്ലാ ആലിമുകളും സാഹചര്യമോ നമ്മൾ വായി കെട്ടിയിരിക്കാൻ ഒന്നും പറയാൻ പാടില്ല. പക്ഷെ ഞാൻ ഉൽമയിൽ പെട്ടതല്ല, ഉംറാക്കളിൽ പെട്ടവനാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന അധികാരം എനിക്കുണ്ട്. പറയുന്ന സ്ഥലത്ത് പറയൂ, പറയുന്നത് ഉള്ളത് പറയൂ. എന്ത് ശക്തി വന്നാലും തടസ്സം നിൽക്കാൻ സാധ്യതയില്ല. ഞാൻ വരുമ്പോ തന്നെ എന്നോട് ചില ആൾക്കാർ ഫോൺ ചെയ്ത് പറഞ്ഞു, ഇല്ല നിങ്ങൾ ഒന്നും പറഞ്ഞുവിടല്ലേ. ഞാൻ പറഞ്ഞു, നിങ്ങൾ തോന്നിയാസം പറഞ്ഞ്. ഞാൻ അന്ന് സൈദിയല് MA ഉസ്താദിന്റെ മുമ്പത്ത് പറഞ്ഞു, ഇന്നാ നുറീദക്കും. കുറ്റ്യാടിയിൽ വന്ന് പറഞ്ഞു, ഇന്നാ നുഹ്റിദക്കും. ഇന്ന് പറയുന്ന താറത്തൻ നുഹ്റ, നിങ്ങളെ ഖബറിൽ കൂടിപ്പോയി. 3 പടി പണ്ണ്. ഇന്ന് അവസാനം നിങ്ങൾക്ക് ഹസരത്ത് താറത്തൻ നുഹ്റ എന്നൊക്കെ മണ്ണിട്ട് ഇനി ഈ മണ്ണിന്റെ മുകളിൽ തല പൊന്തണമെങ്കിൽ തോപ ചെയ്യുക. താജുൽ ഉലമാന്റെ അടുത്ത് വരിക. പഠിപ്പ് ഇൽമില്ലാത്തവരാണ് നിങ്ങൾ. ആ ഇൽമ് പഠിപ്പിക്കാൻ കറാമത്ത് എന്താണ്, ഇഷ്ക് എന്താണ്, ഇത് MLA മന്ത്രിന്റെ പിന്നിൽ പോയാൽ കിട്ടൂലോ, സാധാരണ പിന്നിൽ പോയാലേ കിട്ടൂ. അങ്ങനത്തെ ഒരു ശക്തിയുള്ള സുന്നത്ത് ജമാഅത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്ത് എഴുതി കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് ഇന്ന് 5 കോടി പറഞ്ഞിട്ടുണ്ട്. ഇനിയും കഴിഞ്ഞിട്ടെങ്കിൽ കൊടുക്കാമെന്ന് നിങ്ങൾ ദുആയിരിക്കും. ഞാനൊരു പോസ്റ്റ്മാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. ദുആ എന്നാൽ അത് അങ്ങനെ തന്നാലേ വരൂ. അതാണ് വടൂർ ഷേഖിന്റെ കറാമത്ത്. അതാണ് എന്റെ ഷേഖ് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തത്. 5 എണ്ണം പറഞ്ഞ് ഇതിന്റെ അർത്ഥം എന്താ? അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹസ്രത്ത് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹു, ഹസ്രത്ത് അലി കറമല്ലാഹു വജ്ഹു, ഹസ്രത്ത് ഇമാം ഹുസൈൻ
പഞ്ചത്തിന് പാഞ്ചിന്റെ ലക്ഷണമാണ്. ഇതാണ് താജുൽ ബുർദന്റെ 5 കോടി ഫസ്റ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത്ര ദിവസം ആ പണി നടന്നിട്ടില്ല. കാരണം ഇവിടെ ശിലാസ്ഥാപനത്തിന്റെ പണി തുടങ്ങിയാലും എന്റെ വാതിലങ്ങ് തുറക്കാൻ തുടങ്ങി. തെറാത്തോനും കൂടി വന്നിട്ട് പറയുന്നുണ്ട്, CM ഇബ്രാഹിം സാഹിബെ നമ്മളത് എടുക്കാൻ തയ്യാറുണ്ട്, എനിക്ക് കിട്ടുമോ ഇൻഷാ അല്ലാഹുൽ അസീസ്. ഇനിയും കേരളത്തിൽ ഇവിടെ വന്ന് മാത്രമല്ല, ഇനി മലപ്പുറത്തുമാകണം, കണ്ണൂരിലാകണം. ഉസ്താദ് നിങ്ങൾ ഇത് ആര് വാക്കിനും പോകണ്ട, അവർക്ക് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. മറുപടി ഞങ്ങൾ കൊടുത്തോളൂ, ജനങ്ങൾ മറുപടി കൊടുക്കും. നിങ്ങളങ്ങ് മുന്നോട്ടേക്ക് പോയി താജുൽ ഉലമാന്റെ ആയസ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. കാന്തപുരം ഉസ്താദിന്റെ ആയസ് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഇന്ന് എത്രയോ സ്ഥാപനങ്ങൾ, ഒന്ന് സിറാജ്, ഒന്ന് മക്ര, ഒന്ന് MA ഉസ്താദ്, ആയിരക്കണക്കിന് മലപ്പുറത്ത് ഖലീൽ തങ്ങള്, ഇങ്ങനത്തെ ഒരു സ്ഥാപനം സ്ഥാപിച്ച് നിങ്ങൾക്ക് കാണിക്കാൻ സാധിച്ചോ? ഞങ്ങൾ പ്രസവിച്ച കുട്ടികളെ എടുത്തിട്ട് നിങ്ങൾ ബാപ്പാന്ന് പറയുന്ന ആൾക്കാർ നിങ്ങൾ പ്രസവിച്ച് കാണിച്ചു കൊടുക്കണം. ഇതെല്ലാം കേരളത്തിൽ ചെയ്തല്ല ഇവരല്ലേ, ഇവരുണ്ടാക്കിയ ശക്തിയല്ല ഇത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി കേരളത്തിൽ മാത്രമല്ല, ലോകത്തിലല്ല, ഒട്ടാകെ ലോകത്ത് മാത്രം, മലേഷ്യ, ഇന്തോനേഷ്യ, ശ്രീലങ്ക, ഏത് മന്ത്രിയാ വരാത്തതുള്ളത്? തൗഫീഖുള്ളവൻ വരും, ഇല്ലാത്തവൻ ഇല്ല. ലക്കും ദീനക്കും വലിയ ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറഞ്ഞതിന് നടപ്പാക്കി കൊടുക്കാനുള്ള ശക്തി അല്ലാഹു തആല കൊടുക്കുമാറാകട്ടെ. ഇത് കൊടുത്തത് എന്റെ ഉപ്പ CM കുട്ടിയാലി, CM അബ്ദുള്ള, എന്റെ ഉമ്മ ബീബി സാര, 3 ആളെ പേരിൽ ഹദിയ ചെയ്ത് ഈ 5 കോടി രൂപ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 1 മാസത്തിന്റെ ഉള്ളിൽ 1 കോടി രൂപ മർക്കസിലേക്ക് എത്തിക്കും ഇൻഷാ അല്ലാഹ്. മടവൂർ ഷേഖിന്റെ ദൈ എന്ന് പറഞ്ഞങ്ങ് നടക്കാം. ഈ പള്ളി പത്രക്കാരൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ പള്ളി എപ്പോ പൂർത്തിയാവും? ഇൻഷാ അല്ലാഹ് ആന്നത്ര വേഗം. കാരണം ഉസ്താദ് കള്ളി വിടുന്നില്ല. ഉസ്താദ് എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് പ്രൈം മിനിസ്റ്റർ ആകാനുള്ള അർഹതം കൂടി ഉസ്താദിന് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അല്ലാഹു തആല അവർ ആയസ് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഇത്ര പറഞ്ഞുകൊണ്ട് നിങ്ങൾ മുത്താലിമുകളും ഉലമാക്കളും ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. അൽഹംദുലില്ലാഹ് ധൈര്യമായി നടന്നോളി. മഹാന്മാരെ കാവലുണ്ട്, ഔലിയാക്കളെ രക്ഷയുണ്ട്. കാണുന്നില്ല ഈ ജനക്കൂട്ടം കാണുന്നില്ലേ? ഇവിടെ MLA സീറ്റ് ഉണ്ടോ? അല്ല ഇവിടെ പൈസ കൊടുത്തിനോ? ലക്ഷക്കണക്കിന് ജനങ്ങൾ രാവിലെ 5 മണി മുതൽ രാത്രി 9 മണി വരെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഔലിയാക്കളെ സാദാത്യങ്ങളെ കരാമത്ത്, താജുൽ ഉലമ ഈ സാദാത്യങ്ങളെ ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി കൊടുക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു